ഗൈസ് ഇന്ന് നൈറ്റ് ഞാനും മുസ്തഫ ആർട്ടിയോസും പിന്നെ നമ്മുടെ ലെറ്റി വ്ളോഗ്സും ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളും പാടെ ചുമ്മാ കണ്ട് ഇറങ്ങിയതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വെട്ടേക്കാട് 4 മണിക്കാറ്റ് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. വെട്ടേക്കാട് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. സോ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ വീട് ഇന്നോ? ഇന്ന് രാവിലത്തെ വീഡിയോയിലേ അവിടെ നിന്ന് ഒരു ആന വരുന്നിട്ടാ. ഓക്കെ, നമ്മളിപ്പോൾ അത് പള്ളിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ഓരോ പരിപാടിയായിട്ട് സ്റ്റാർട്ടാവുന്നുള്ളൂ. ഇത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ. സോ നമുക്ക് കാണിച്ചു തരാം. ഓരോ പരിപാടിയും വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മളിത് ആ പരിപാടി കഴിഞ്ഞ് പോകുന്നു. ഇവിടെ ഇനി ഓരോ ടീമുകളായിട്ട് വരുന്നത് കാണാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പള്ളിക്ക് എത്താൻ ഫസ്റ്റ് ടീം എത്താൻ 11 മണിയാവും രാത്രി. അപ്പോൾ നമുക്ക് ആ ടീമുകൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, റോഡിന്റെ ഇരുവശങ്ങളിലും നിങ്ങളുടെ 2 വീലർ 06110 നമ്മുടെ പള്ളിയുടെ ഇവിടുത്തെ ലൈറ്റ് ഓൺ ആക്കിട്ടോ. ദേ അവിടെ മക്കാമിൻ്റെ അവിടെ നോക്കിയേ. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാം. ഓക്കെ, നോക്കിയേ അവിടെ അടിപൊളിയായില്ലേ. എന്തായാലും ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ മണത്തല പോലെ തന്നെ എല്ലാ ടീമും എത്തണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം ലേറ്റ് ആവും. അതായത് ഇവിടെ ഫസ്റ്റ് ടീം വരുന്നത് 11 മണിക്കാണ്. അപ്പോൾ ടൈം ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ടീമുകൾ കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. കാരണം എനിക്ക് ഇവിടുന്ന് 42 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് ദൂരം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന വിഷ്വൽസൊക്കെ എല്ലാം എടുക്കാം. ഇവിടെ ഒരു ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ വിളക്കിന് തീ കൊടുക്കുന്നത് ഹിന്ദുസ് ആയിരിക്കും. അങ്ങനെ അവിടെ കണൽ വീണിട്ടുണ്ട്.
അങ്ങനെ ആ റൂട്ടിന് അങ്ങനെ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു ടീമുണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തു നിന്നും ടീമുകൾ ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല ലേറ്റാവും. അവിടെ എത്തണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടീമൊക്കെ അവിടെ എത്തണമെങ്കിൽ തന്നെ 2-3 മണിയാവുണ്ടാവും. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്ന വിഷ്വൽസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ദഫുണ്ട്, പിന്നെ തമ്പോലം, ചെണ്ട ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളിനി അധികം ടൈം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഒന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 45 കിലോമീറ്ററോളം വണ്ടി ഓടിക്കണം. സോ അതുകൊണ്ട് നമ്മളിവിടെ നേരം വൈകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, ലത്തി വ്ളോഗ്സ് ഉണ്ടോ, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അധികം നേരം വൈകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സമയം വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ടീമുകളും എത്തണമെന്നുണ്ടെങ്കിൽ 12 മണി 1 മണിയൊക്കെ എന്തായാലും ആവും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മളിതാ മൊയ്തീൻ ഹാജി മെമ്മോറിയൽ സ്കൂളിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഗ്രൗണ്ട്, ഈ ഒരു കോമ്പൗണ്ടിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ കയറിയതാണ് കേട്ടോ. ഒരുപാട് ഈ വഴിയോര കച്ചവടങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ട്. ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ കയറിയതാണ്. ഇവിടെ ഫുള്ള് കുട്ടികളെ കളിസാധനങ്ങൾ, അതേപോലെ നമ്മുടെ ഗ്ലാസ്, മാല, കമ്മൽ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കേട്ടോ. അതേപോലെ ഇവിടെ കരിമ്പ് ജ്യൂസ്, അങ്ങനെ ഒരുപാട് കടകൾ. പിന്നെ നമ്മുടെ മസ്കാബൺ, അങ്ങനെ ഒരുപാട് കടകൾ. പിന്നെ ഉപ്പിലിട്ട് വെച്ച കടയില്ലേ, അതിൻ്റെ സംഭവം ദൂരത്ത് നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് ആ ലൈറ്റ് വെച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് തെറ്റുകൾ വരുമ്പോഴും ലൈക്ക് നമ്മളതൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ പറയണത് ഒന്നുകൊണ്ടും അല്ല കേട്ടോ. ലൈക്ക് നമ്മൾ ഭയങ്കര ഇൻഫോർമലായിട്ട് വീഡിയോ എടുക്കുന്നതാണ്, ഒരു കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിലാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മളൊരു കുടുംബം പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് പറ്റുമ്പോൾ ഞാൻ തന്നെ അത് കട്ട് ചെയ്യാതെ സോറി പറഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണത് കേട്ടോ. ഓക്കെ, അല്ലാതൊന്നുമില്ല. സോ ഇനി എന്തായാലും ഞാൻ ചുമ്മാ ഇങ്ങോട്ട് കയറിയതാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അതാണ് പിന്നെ ഇവിടെ നിൽക്കാത്തത്, അല്ല ഒന്നുമില്ല. ഉവൈസ് കാർത്തി തങ്ങളുടെ മഹ്ലറയിലേക്ക് നടക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ അങ്ങനെ അവിടുന്ന് പോകുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചാലിശ്ശേരിയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും അവിടുന്ന് നേരത്തെ പോരേണ്ട ഒരു സിറ്റുവേഷൻ ആയ കാരണമാണ് വന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കിടിലനായിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പരിപാടി എനിക്ക് തോന്നുന്നു VK കടവാണ് തോന്നുന്നു. എല്ലാ തീർത്ഥാലിയും മറ്റു പരിപാടികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.